ഹലോ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ നൈലോൺ ബാൻഡിൻ്റെയൊക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. സാറ്റിൻ റിബൺ, ഒരു സ്കെയില്, നമ്മൾ മെഴുകുതിരി, ലൈറ്റർ, പിന്നെ നൈലോൺ ബാൻഡ്, ഗ്ലൂ. അപ്പോൾ ഇത് 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ 3.5 സെൻറ്റിമീറ്ററാണ് അടയാളം കാണിച്ചിരിക്കണേ. അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എത്ര പെറ്റൽസാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മടക്കി അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കണം, ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടി ഈ ഒരു മൂലയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ മൂലയിൽ നിന്നും നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതേ ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പുറത്തെ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചതേ ഇതുപോലെ ഒപ്പം പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അതേ നമുക്ക് ആവശ്യമുള്ള പെറ്റൽസൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പെറ്റൽസൊക്കെ നമുക്കിനി ഉരുക്കി കറക്റ്റായിട്ടുള്ള ഒരു പെറ്റൽസാക്കി മാറ്റണം. അതിനു വേണ്ടി ഓരോ പെറ്റൽസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഉരുക്കിയതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിരിച്ചു കൊടുക്കുക. നമ്മളെ ഫ്ലവറിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടിട്ടില്ലേ, ഒന്ന് ഒരു പിരിഞ്ഞൊക്കെ വശം പോലെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഷേപ്പാണ് ഇങ്ങനെ കേട്ടോ. ഇനി അതിൻ്റെ അടിവശം ഒന്ന് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിന് ശേഷം ഒന്ന് ഉരുക്കി അത് ഒട്ടിച്ചെടുക്കണം. അറ്റവശമല്ല കേട്ടോ ഉള്ളിലേക്ക് മടക്കിയിരിക്കണേ, അറ്റത്തു നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആ ഭാഗമാണ് നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കേണ്ടത്. അങ്ങനെയാണ് മടക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പെറ്റൽസ് ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്കതുപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാൻ കൈയൊഴിവ് പോലെ കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം ഒരു 28 പെറ്റൽസൊക്കെ ഉണ്ടാവും. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പെറ്റൽസൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റിൽ ഞാൻ 2 സെൻറ്റിമീറ്റർ അളവിലായിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിപ്പം കുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങളിലായിട്ട് പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പെറ്റൽസ് വെക്കേണ്ട സ്പേസുകൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം പെറ്റൽസ് 4 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ 4 സൈഡിലും പെറ്റൽസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പുകളിലും നമുക്ക് അതുപോലെ ഒട്ടിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കുക. എന്നാലേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പുകളിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വല്ലാണ്ട് കയറ്റി ഒട്ടിക്കേണ്ട ഇതുപോലെ അങ്ങോട്ട് ഒന്നും കൂടി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിലും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലായിട്ട് ഈ ഗ്യാപ്പുകളിലായിട്ട് ഓരോ പെറ്റൽസും കൂടി വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ നോക്കിയിട്ട് ഒരു ഫിനിഷ് ഇല്ലാത്ത മാതിരി തോന്നി, അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പുകളിലൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കണം. അതിന് ഞാൻ ഹാഫ് ബീഡ് എടുത്തിട്ട് ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡുകളിലായിട്ട് വൈറ്റ് കളർ സ്റ്റോണുകളാണ് വെച്ച് ഒട്ടിച്ച് കൊടുത്തേക്കണത്. അത് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്റ്റോണ് ഒട്ടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലവറിനെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ഒരു ഷേപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നൈലോൺ ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നൈലോൺ ബാൻഡ് ഒരു
വീതിയുള്ള ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിലും ഒരു മരക്കഷ്ണത്തിലോ ഇങ്ങനെ ഇട്ട് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വീതിയിൽ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്ലവർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കണുള്ളൂ. ഇനി നിങ്ങൾക്ക് ഐഡിയയുടെ അനുസരിച്ച് ലീഫ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഫ്ലോറൽ ബാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ എന്താ, നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.